Hallelujah. Hallelujah. Praise the Lord. Hallelujah. ശക്തിയോടെ hallelujah. ഒരു പ്രാവശ്യം കൂടി ശക്തിയോടെ hallelujah. ബലത്തോടെ ഒരു സ്തോത്രം ചെയ്യാൻ പറ്റുമോ? വളരെ ശക്തമായി കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ കൃപ ചെയ്തു. ഈ നല്ല രാത്രിയിൽ ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നതേറെ അനുഗ്രഹത്തിന് കാരണമാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കുകയാണ്. കഴിഞ്ഞ പകലിൽ വലിയ അസാധാരണമായ ദൈവമഹത്വം അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ കൃപ ചെയ്തല്ലോ. എത്ര പേർക്ക് അനുഗ്രഹമായിരുന്നു കഴിഞ്ഞ പകൽ വേളയിൽ? അവൻ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ കൃപ ചെയ്തു. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ അവൻ ഇന്നും നാളെ സഭായോഗമായി നടക്കുന്ന ഈ 3 ദിവസത്തെ മീറ്റിംഗിൽ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടുള്ള, കുടുംബത്തോടുള്ള, സഭയോടുള്ള ആത്മാർത്ഥമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ദാസനുമായി ഒരുമിച്ചുള്ള വർഷിപ്പിൽ പങ്കെടുപ്പാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ വളരെ സഹോദരത്തുല്യം സ്നേഹിക്കുന്ന അലക്സ് ബ്രദർ, ഞങ്ങൾ സപ്പോ എന്ന് വിളിക്കുന്ന ബഹ്റിൻ IPCയിൽ വളരെ വർഷങ്ങളായി ഞങ്ങൾക്ക് ഉള്ള ആത്മബന്ധമാണ്. കഴിഞ്ഞ ദിവസം സ്തോത്രം ഞാൻ UK ഉണ്ടെന്നുള്ള ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ കണ്ട ആ നിമിഷം തന്നെ എന്നെ വിളിക്കുകയും പാസ്റ്റർ എവിടെയാ വരുന്നത്, നിശ്ചയമായിട്ടും അവിടെ ഞങ്ങൾ വന്ന് കാണും എന്ന് പറഞ്ഞ് വളരെ ദൂരത്ത് നിന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്നതിന്റെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഞാനും വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുവാൻ ഇടയായി തീരുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. കർമ്മീയത്തിൽ നല്ലൊരു ഹല്ലേലൂയ എന്ന് പറയാൻ പറ്റുന്നു. ശക്തിയോട് സ്തോത്രം ചെയ്യാൻ പറ്റുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കർത്താവിന്റെ ദാസൻ മനോജ് പാസ്റ്ററിനെ കൊണ്ട് പ്രസംഗിപ്പിക്കാം എന്ന് കരുതിയാണ് കയറി വന്നത്. കാരണം എനിക്ക് അത്രയും ശബ്ദമില്ല. കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പ്രസംഗിച്ച് ശബ്ദമെല്ലാം പോയിരിക്കുകയാണ്. നിങ്ങളുടെ ആമേൻ പറഞ്ഞാല് ഹല്ലേലൂയ. എന്റെ പൂരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ ഇരിപ്പാനും ഞാൻ പോരാത്തവനാണ് എന്ന് പറഞ്ഞ് ഞാൻ എന്തിനാ പറഞ്ഞതെന്നറിയാമോ? എന്റെ ശബ്ദം തുറക്കാൻ. എന്റെ പൂരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ ഇരിപ്പാനും ഞാൻ പോരാത്തവനാണ് എന്ന് പറ. എന്റെ പൂരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ ഇരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഹല്ലേലൂയ. ശക്തിയോടെ സ്തോത്രം ചെയ്യണേ. നമുക്ക് ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുക. ഞാൻ ഈ രാത്രി മറ്റൊരു മെസ്സേജ് പ്രസംഗിക്കണമെന്ന് കരുതി വന്നപ്പോ പെട്ടെന്നാണ് ഞാൻ ഇതിനകത്തേക്ക് ഈ വാക്യം നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ലെ, 1 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 22-23 വേദവാക്യങ്ങൾ അതിങ്ങനെ കണ്ടപ്പോ അത് ശുശ്രൂഷിച്ചാൽ കൊള്ളാം, ആ വാക്യം പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ഉള്ളിലൊരു പ്രേരണ തോന്നിയതുകൊണ്ട് നമ്മൾ അത് ആ വാക്യത്തിനകത്ത് ചിലത് ചിന്തിക്കാൻ പോവുകയാണ്. നമുക്കിത് വായിക്കാം. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനർക്ക് ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ് കർത്താവിന്റെ ദാസൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരാളും പറഞ്ഞു പറ്റുമോ? ഇന്ന് രാത്രി നമുക്ക് ഉയർത്തുവാനുള്ള ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച യേശുവിനെ ഉയർത്തുവാൻ ഇന്ന് രാത്രി ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. നമ്മളെ മാറ്റിമറിച്ചത് യേശുവിന്റെ ക്രൂശാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കാരണമായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ്. അവൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്യമുണ്ട്, യേശു
യേശു കർത്താവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ മറ്റൊന്നുമില്ല. നമ്മുടെ പ്രശംസ മുഴുവൻ യേശുവിന്റെ ക്രൂശിലാണ്. ആമേൻ. ഇന്ന് നമ്മൾ അല്പസമയം അതിനുശേഷം നമ്മുടെ ദൈവത്തെ ശക്തമായി ആരാധിക്കും. അല്പസമയം നിങ്ങൾ ശാന്തമായി ഈ തിരുവചനം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ രാത്രി ഇങ്ങനെ പറഞ്ഞു. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം തൊട്ട് 6-ാം അധ്യായം വരെ ആ സഭയെ കുറിച്ച് കേട്ടതിന്റെ വെളിച്ചത്തിൽ പൗലോസ് ലേഖനം എഴുതി. കേട്ടതിന്റെ വെളിച്ചത്തിൽ അങ്ങനെ എഴുതിയ കൂട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസ് 1-2 കാര്യങ്ങൾ പറഞ്ഞു. പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനായക്കാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഗ്രീക്കുകാർക്ക് വേണ്ടത് ജ്ഞാനമാണ്, യഹൂദന്മാർക്ക് വേണ്ടത് അടയാളമാണ്. നിങ്ങൾക്കറിയാമോ, അവൻ ഗ്രീക്കുകാർക്ക് അടയാളം കണ്ടാൽ അവർ വിശ്വസിക്കത്തില്ല. അവരുടെ മുമ്പിൽ മരിച്ചവർ ഉയർത്തു എന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. അവർക്ക് വിശ്വസിക്കണമെങ്കിൽ അവിടെ തലമണ്ടയെ തൊടുന്ന രീതിയിലുള്ള ജ്ഞാനം പറയണം. ജ്ഞാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ആര്? യവനായക്കാര്. ജ്ഞാനം കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് യവനായ സമുദായം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് ജ്ഞാനം അറിയാനിട്ടല്ല, എന്നെ സംബന്ധിച്ച് എത്ര വേണേലും ജ്ഞാനം അറിയാം. കാരണം തർസോസിലെ അന്നത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്ദ ബിരുദം എടുത്തവനാണ് പൗലോസ്. നമ്മുടെ ഭാഷ പറഞ്ഞ ഡബിളക്കാരനാണ് പൗലോസ്. ഏത് താർക്കികനെയും ഇണ്ടാതാക്കാൻ പൗലോസിന് കഴിയും. ഏത് ചോദ്യം ചോദിക്കുന്നവരെയും പൗലോസിന്റെ മറുചോദ്യത്താൽ മിണ്ടാതെയാക്കാൻ കഴിവുള്ളവനാണ് പൗലോസിന്റെ മേലുള്ള ശക്തിയും തന്റെ മേലുള്ള ജ്ഞാനവും. എന്നാൽ പൗലോസ് പറയുന്നു, എനിക്ക് രണ്ടും ഇല്ല എന്നില്ല. എനിക്ക് നിങ്ങളോട് ജ്ഞാനം പറയാനില്ല, എനിക്ക് നിങ്ങളോട് അടയാളവും കാണിക്കാനില്ല. എന്നാൽ ഇന്ന് രാത്രി പൗലോസിന്റെ വാക്ക് കടമെടുത്ത് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ജ്ഞാനം പ്രസംഗിക്കാനില്ല, അത്ഭുത അടയാളം കാണിക്കാനില്ല, പക്ഷെ ഞങ്ങൾ കൊണ്ടുയർത്താറുണ്ട്. അത് ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ്. ആമേൻ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർത്തപ്പെടേണ്ടത് യേശുവിന്റെ ക്രൂശാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ പ്രസംഗം അടക്കം അയവിറക്കിയ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. എവിടെയും കേൾവി കുറച്ചു കേൾക്കുന്ന പ്രസംഗം യേശുവിന്റെ ക്രൂശിനെ കുറിച്ചാണ്. യേശുവിന്റെ ക്രൂശിനെ കുറിച്ചുള്ള പ്രസംഗം വളരെ വിരളമാണ്. എവിടെ ചെന്നാലും നമ്മെ അനുഗ്രഹിക്കുന്ന പ്രസംഗം നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മുടെ വാഴല്ല തലയാക്കുന്ന പ്രസംഗം നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന മെറ്റീരിയൽസ് നന്മകളെ കുറിച്ച് നമുക്ക് ഒരുപാട് പ്രസംഗം കേൾക്കാൻ കഴിയും. എന്നാൽ വളരെ തുലം ചെന്ന് വളരെ ചുരുക്കം കേൾക്കുന്ന ഒരു മെസ്സേജാണ് യേശുവിന്റെ ക്രൂശിനെ കുറിച്ച്. ഇന്ന് രാത്രി ഈ സമാപന രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ആ യേശുവിന്റെ ക്രൂശിനെ ഒരു ഉയർത്താൻ പോകുകയാണ്. അത് ഉയർത്തി ദൈവത്തോട് സൂചിച്ച് ദൈവമക്കളെ, എന്താണ് യേശു കർത്താവിന്റെ കുരിശ് എന്ന് ഒന്ന് തൊട്ടിട്ട് നമ്മൾ വേഗത്തിൽ വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പല തരത്തിലെ ക്രൂശിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിനെ തൂക്കിയ ക്രൂശിന്റെ മരണം എന്ന് പറയുന്നത്, അവൻ യേശു കർത്താവിന് മുൻപ് അങ്ങനെ ഒരു ക്രൂശ് മരണം ഇല്ലായിരുന്നു. പഴയ നിയമത്തിൽ കല്ലെറിഞ്ഞു കൊല്ലുക, മരത്തിൽ കെട്ടിത്തൂക്കി കൊല്ലുക എന്നിത്യാദി കാര്യങ്ങളാണ് നിലവിലുണ്ടായത്. എന്നാൽ തൂക്കുമരണം, ക്രൂശ് മരണം ആരംഭിച്ചത് റോമക്കാരുടെ കാലത്താണ്. റോമക്കാരുടെ കാലത്ത് ക്രൂശിൽ തൂക്കി കൊല്ലുന്ന സമ്പ്രദായം ഉണ്ടായി. എങ്ങനെയാണ്? രണ്ടു തരത്തിലെ ക്രൂശാണ് അന്ന് നിലവിലുണ്ടായത്. ഒന്ന്, ഒരു തടി വെട്ടിയെടുത്ത് അതിൽ ലംബമായി നിർത്തുന്ന മറ്റൊരു തടി ചേർത്ത് പിടിച്ച് കെട്ടി വെക്കുന്ന ക്രൂശുണ്ട്. രണ്ട്, എക്സ് മോഡലിലെ ഒരു കുരിശുണ്ട്. ഈ രണ്ട് ക്രൂശാണ് അന്ന് നിലവിലുണ്ടായത്. ഒരു തടിയിൽ ലംബമായി വെച്ചിരിക്കുന്ന ഒരു ക്രൂശുണ്ട്. അതിൽ തൂക്കുന്നത് ആളെ കെട്ടിയിട്ട് രണ്ട് കൈകളും ചേർത്ത് ആണിയടിച്ച് കാലുകളിൽ ആണിയടിച്ച് തൂക്കുന്ന പതിവാണ്. എന്നാൽ ഇങ്ങനെ എക്സ് മോഡലിലെ കുരിശ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ രണ്ട് വശത്തോട്ടും വലിച്ചു കെട്ടി
മോഡലിൽ അവന്റെ കൈകാലുകൾ വലിച്ചു കെട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ മശിഹാ തമ്പുരാനെ ക്രൂശിച്ചത് ലംബമായ തടിക്കകത്ത് തറച്ച ക്രൂശിനകത്താണ്. ആമേൻ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് തുടങ്ങാൻ കേട്ടോ. യേശു കർത്താവിനെ ക്രൂശിൽ തറക്കുവാൻ കൊല്ലുവാൻ ഏൽപ്പിക്കുന്ന സമയത്ത് ഈ യഹൂദന്മാർക്ക് ഒരാളെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള, തൂക്കിക്കൊല്ലാനുള്ള അധികാരം ഈ യഹൂദന്മാരിൽ നിന്നും എടുത്തു കളഞ്ഞിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, യഹൂദന്മാർ ഒരാൾ തെറ്റ് ചെയ്താൽ ആ മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ അവർക്ക് അധികാരമുണ്ടായിരുന്നു. എന്ന റോമാക്കാര് അവിടെ വന്ന് ആ ദേശം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ യഹൂദന്മാരുടെ മേലുണ്ടായ മരണശിക്ഷ അവർ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരാളെ കിട്ടിയാൽ യഹൂദന്മാർക്ക് കൊന്നുകളയാനുള്ള അധികാരമില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവിനെ അവർ കല്ലെറിഞ്ഞു കൊല്ലാതെ അവൻ മരണശിക്ഷയ്ക്ക് വിധിക്കാൻ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. അങ്ങനെ ഒരു അധികാരം അവരുടെ കയ്യിൽ നിന്നും എടുത്തു കളഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവര് പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവരികയില്ലായിരുന്നു. ഞാൻ യേശുവിന്റെ ക്രൂശുമരണം പ്രസംഗിക്കുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, എന്താണ് ക്രൂശ് എന്ന് നിങ്ങൾ അറിയണം. നമ്മൾ ഇന്ന് രാത്രി ആരാധിക്കുന്നതും നമ്മൾ കണ്ടതുമായ യേശു ഗൊൽഗോഥ മലയിൽ 3 കുരിശിൽ 2 വശത്തും നിൽക്കുന്ന കുരിശല്ല, പകരം നടുവിൽ തൂക്കപ്പെട്ട ക്രൂശാണ്. ആമേൻ. നമ്മൾ ഇന്ന് രാത്രി എല്ലാവരും ശ്രദ്ധിച്ച, നമ്മളെല്ലാവരും ആരാധിച്ച, നമ്മളെല്ലാവരും ആരാധനയ്ക്ക് യോഗ്യനാക്കിയ യേശു കർത്താവ് കിടന്ന ക്രൂശ്, നടുവിൽ കിടന്ന ക്രൂശാണ്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ആ നടുവിൽ കിടന്ന ക്രൂശിനെയാണ് നമ്മൾ ആരാധിച്ചത്. അവനാണ് നമുക്ക് രക്ഷ വരുത്തിയത്. അവനാണ് നമ്മുടെ പാപത്തെ ക്ഷമിച്ചത്. അവനാണ് നമ്മുടെ കെട്ടുകൾ അഴിച്ചത്. ഇന്ന് രാത്രിയിൽ ഇതിന്റെ നടുവിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നത് ആ ക്രൂശിക്കപ്പെട്ടവനായ മശിഹാ തമ്പുരാനാണ്. ആമേൻ. ദൈവമക്കളെ, എന്താണ് യേശു കർത്താവിന്റെ ക്രൂശ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. യേശുവിന്റെ ക്രൂശിന്റെ സാധ്യത എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാനിങ്ങനെ പറയാറുണ്ട്, എന്താണ് ക്രൂശ് എന്ന് ആദ്യമായിട്ട് ആരെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. എന്താണ് ക്രൂശ്? കർമ്മമാർഗത്തിൽ നിന്ന് വിശ്വാസ മാർഗത്തിലേക്ക് എന്നെയും നിങ്ങളെയും നടത്തിയത് യേശുവിന്റെ ക്രൂശാണ്. ഒരാളും പറയാൻ പറ്റുമോ? ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു, കർമ്മമാർഗത്തിൽ നിന്ന് വിശ്വാസ മാർഗത്തിലേക്ക് എന്നെയും നിങ്ങളെയും നടത്തിയത് യേശു കർത്താവിന്റെ ക്രൂശാണ്. അവിശ്വാസിയെയും അവൻ വിശ്വാസിയുമെന്ന 2 തരത്തിലേക്ക് നമ്മളെ മാറ്റിമറിച്ചത് യേശു കർത്താവിന്റെ ക്രൂശാണ്. ഒന്ന് കർമ്മീയത്ത് ദൈവത്തെ സൂചിക്കാമോ? ആ ക്രൂശ് ഉയർത്തപ്പെട്ടത് അവൻ ആകാശത്തിനും ഭൂമിക്കും നടുവിലാണ്. ഒരാൾ പറയാമോ? ഇനി ആ യേശു കർത്താവിന്റെ ക്രൂശ് ഉയർത്തപ്പെട്ടത് ലോക രാജ്യങ്ങളുടെ നടുവിലാണ്. അത് ഇസ്രായേലിലാണ് ഒരു സ്വന്തം ചെയ്തത്. അടുത്തത് യേശുവിന്റെ ക്രൂശിന്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, അവസാനമായിട്ട് ഞാൻ ഇങ്ങനെ പറയാം, യേശുവിന്റെ ക്രൂശിലാണ് പിശാചിന്റെ തല തകർന്നത്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഇന്ന് രാത്രിവേളയിൽ ഈ ലോകത്തിൽ വെച്ച് യേശുവിന്റെ ക്രൂശിനെ ഉയർത്തുമ്പോൾ പാതാള ഗോപുരങ്ങൾ ഇന്ന് രാത്രിവേളയിൽ ഉയർത്തപ്പെടുകയാണ്. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ചെയ്തിട്ട് കരമടിച്ച ദൈവത്തിനോട് ചോദിച്ചത് ഇന്ന് രാത്രി സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ ഓടിച്ചു പറഞ്ഞു പോകട്ടെ. AD എന്നും BC എന്നും 2 തരം തിരിച്ചത് യേശു കർത്താവിന്റെ ക്രൂശാണ്. ഒരിക്കല് ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു,
ഇല്ലാത്ത ഒരൊറ്റ വീടില്ലെന്ന് പറഞ്ഞു. ക്രൂസിന്റെ സാന്നിധ്യം അനുഭവിക്കാത്ത ഒരൊറ്റ ഭവനമില്ല. ഒരു കൺവെൻഷൻ സ്റ്റേജിൽ ഇത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പ്രസംഗം കഴിഞ്ഞ് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞത് ഒന്ന് തിരുത്തണം. ഞാൻ ചെന്നാ തിരുത്തേണ്ടത്? താങ്കൾ പറഞ്ഞില്ലേ യേശുവിന്റെ ക്രൂസിന്റെ സാധ്യതയില്ലാത്ത ഒറ്റ വീടില്ലെന്ന്. എന്റെ വീട്ടിൽ ക്രൂസില്ല, എന്റെ വീട്ടിൽ ക്രൂസിന്റെ സാധ്യതയില്ല. ഞാൻ ചേട്ടന് തെറ്റുപറ്റി. ചേട്ടന്റെ വീട്ടിലും ക്രൂസിന്റെ സാധ്യതയുണ്ട്. അവൻ നിഷ്കരണം പറഞ്ഞു, ഇല്ലെന്നേ എന്റെ വീട്ടിൽ ക്രൂസില്ല. ഞാൻ പറഞ്ഞു, ചേട്ടന്റെ വീട്ടിൽ കലണ്ടർ കിടപ്പുണ്ടോ? കലണ്ടർ 2025 2024 എന്ന് പറഞ്ഞ കലണ്ടർ കിടപ്പുണ്ടോ? ഉണ്ട്. താങ്കൾ ഫാനിടുമ്പോൾ ആ ഫാനിന്റെ കാറ്റിൽ ആ ഭിത്തിയെ കിടന്ന് അതിന്റെ കാറ്റടിച്ച കലണ്ടർ ആടുമ്പോൾ താൻ പോലും അറിയാതെ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്, AD BC. ക്രിസ്തുവിന് മുൻപോ ക്രിസ്തുവിന് പിൻപോ. നിങ്ങളുടെ യുദ്ധഭൂമിയിലേക്ക് യുദ്ധഭൂമിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ ക്രോസ് കാണാം, റെഡ് ക്രോസ് കാണാം അല്ലേ? എന്താണ് വിളിച്ചറിയിക്കുന്നത്? അതൊരു സമാധാനത്തിന്റെ സന്ദേശത്തിന്റെ ഒരു ക്രൂസാണ്. സ്വതന്ത്രം ചെയ്ത് കാണാത്തത് എല്ലായിടത്തും ക്രൂസുണ്ട്. ഇന്ന് രാത്രി അവൻ ഇവിടെ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയാ, എന്നെ രക്ഷിച്ചത് ആ യേശുവിന്റെ ക്രൂസാണ്. എന്റെ ഇവിടങ്ങൾ എത്തിച്ചത് ആ യേശുവിന്റെ ക്രൂസാണ്. എന്നെ അവൻ ഇന്നിവിടെ എത്തിച്ചു കൊണ്ടുവന്നത് യേശുവിന്റെ ക്രൂസാണ്. ഇന്ന് രാത്രിയിലോ ചിലരുടെ കെട്ടുകൾ അറിയാൻ യേശുവിന്റെ ക്രൂസിന്റെ സത്യമാണ്. ഹല്ലേലൂയ. ആ യേശുവിന്റെ ക്രൂസിന്റെ സാധ്യത ഈ രാത്രി ഈ ദിനങ്ങളിൽ വ്യാപരിക്കുന്നതിനെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കർമ്മയത്ത് ദൈവത്തെ ശ്രദ്ധിച്ചു. കർമ്മയത്ത് നല്ലൊരു ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട് സാറേ, നമ്മെ പല തല ഉയർത്തി ആരാധിക്കാൻ കഴിയുന്ന ഒരൊറ്റ മനുഷ്യർ ഉലകത്തിലേറെയില്ല. പറയാ, അവൻ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അറിയണം, ഇത്രയും തല ഉയർത്തി നെഞ്ചു വിരിച്ച് ആരാധിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ലോകത്തുണ്ടെങ്കിൽ അത് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ ക്ഷേമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ശ്രദ്ധിച്ചേ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ചേട്ടൻ ഒരു 1,25,000 രൂപ കൂട്ടി വെച്ചിട്ട് യേശു ജനിച്ച ഇസ്രായേൽ കാണാൻ പോയി. ഇസ്രായേൽ കാണാൻ പോയി. ഇസ്രായേല് കാണാൻ വേണ്ടി ചെന്ന് ഇസ്രായേലിനെ കണ്ട് യേശുവിന്റെ കല്ലറ കാണാൻ ചെന്നപ്പോ കല്ലറയുടെ വാതിക്കൽ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ. അവരുടെ ഇത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ സന്ദർശകർക്ക് ഞായറാഴ്ച സഭായോഗത്തിന് ചർച്ച വന്നപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു, 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടി വരുന്നു അവരുടെ യേശു. പുള്ളി അവരെ കഴിഞ്ഞപ്പോൾ എന്നെടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ 1,25,000 വെറുതെ പോയി. അവിടെ ചെന്നപ്പോ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. താണ്ട് ഇവിടെ വന്നപ്പോ ഇവിടെ കിടക്കുന്ന ഒരു സ്വർഗത്തിൽ ഒരു ഹല്ലേലൂയ പറയുന്നത്. ഇന്ന് രാത്രി ഉയർത്തപ്പെട്ട യേശു ഈ ദിനത്തിലുണ്ട്. അവനെ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ കാരണം ഉയർത്തി ഒന്ന് സ്തുതിച്ച്. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്താണ് യേശു ക്രിസ്തുവിന്റെ ക്രൂസിന്റെ സാധ്യത? 1-2 ഓടിച്ചു പറഞ്ഞ് ഞാൻ വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. എന്നോട് ആരും പിണങ്ങരുത്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തു പറ, ഒരിക്കലും പാസ്റ്ററോട് പിണങ്ങരുതെന്ന്. ഒരിക്കലും പറയരുത്. അതിന്റെ കാര്യം പറയാൻ പോവുക. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന യേശുവിന്റെ ക്രൂസിന്റെ സാധ്യത എന്താണ്? യേശുവിന്റെ ക്രൂസിന്റെ ഒന്നാമത്തെ സാധ്യത നമുക്കത് എടുക്കാം. വേഗത്തിലൊന്ന് വായിച്ച് സഹായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്നെടുക്കാമോ? സ്നേഹിതന്മാരായി തീർന്നു. മുമ്പേ അവർ തമ്മിൽ എന്തായിരുന്നു? ക്രൂസിന്റെ ഒന്നാമത്തെ
ഒന്നാമത്തെ സാധ്യത എന്താണെന്ന് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണ് ക്രൂശിന്റെ ഒന്നാമത്തെ സാധ്യത? അന്ന് എന്ന് ഹേരോദാവും പീലാത്തോസും തമ്മിൽ അന്ന് വൈരമായിരുന്നു. പക്ഷെ അന്ന് അവർ സ്നേഹിതന്മാരായിരുന്നു. അന്ന് അവരാരായി? ക്രൂസിന്റെ ഒന്നാമത്തെ സാധ്യത എന്താന്ന് ചോദിച്ചാൽ, ചെവി തുറന്ന് കേൾക്കണമേ, എത്ര പിണങ്ങിയിരിക്കുന്നവനും എത്ര അടിയുണ്ടാക്കിയവനും എത്ര വഴക്കുണ്ടാക്കിയവനും തമ്മിൽ ഒരുമിച്ച് കൈകോർത്ത് ആരാധിക്കുന്നതിന്റെ സാധ്യതയാണ് ക്രൂസിന്റെ സാധ്യത. മക്കളെ, അന്ന് ഹേരോദാവും പീലാത്തോസും തമ്മിൽ ആരായി മാറി? പറ എന്നാണെന്ന് കൂടി പറയണ്ടേ? പറഞ്ഞുതരാം. ഈ ഹേരോദാവും പീലാത്തോസും റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. ഹേരോദാവ് വടക്കും പീലാത്തോസ് തെക്കും. എന്ന് വെച്ചാൽ തെക്കും വടക്കുമായി തലസ്ഥാന നഗരിയിൽ അധികാരം കൈമാറ്റം ചെയ്യുന്ന രണ്ടുപേരാണ് ഹേരോദാവും പീലാത്തോസും. ഇവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒരേ വസ്ത്രമാണ്. ഇവിടെ കയ്യിൽ കിടക്കുന്ന മുദ്രമോതിരം റോമന്റെയാണ്. ഇവർ വെക്കുന്ന ഇമ്പീര മുദ്ര കൈസരുടെ മുഖം പതിച്ച ഇമ്പീര മുദ്രയാണ്. ഇവർ മേടിക്കുന്ന സാലറി അത് റോമൻ സാലറിയാണ്. പക്ഷെ ഒറ്റ കുഴപ്പം, ഒരു അധികാരത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഇവർ തമ്മിൽ കൈകൊടുക്കില്ല, ഒരുമിച്ചിരിക്കില്ല, ഒരുമിച്ച് ആഹാരം കഴിക്കില്ല. നമ്മെ പോലെ ചിലരെ പോലെ വഴക്കിട്ടിരിക്കും. ഇതാ ഞാൻ ആദ്യം പറഞ്ഞ എന്നോട് നിങ്ങൾ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവർ രണ്ടുപേരും തമ്മിൽ എന്ത് കൊടുക്കില്ല? കൈ കൊടുക്കില്ല. ഇനി കൈ കൊടുക്കാത്തതിന്റെ പിന്നിൽ ഒരു പ്രശ്നം ഉണ്ടായി. എന്റെ വിഷയമല്ലെങ്കിലും എന്താണ് പാസ്റ്റർ പറയാഞ്ഞതെന്ന് അറിയാനുള്ളതുണ്ട്. ഒന്ന് പറഞ്ഞു വിടാം. ഈ പീലാത്തോസും ഹേരോദാവും തമ്മിൽ പെടുന്ന കാര്യം എന്താണെന്നറിയാമോ? ഒരിക്കല് ഈ ഹേരോദാവിന്റെ ആൾക്കാര് വടക്ക് നിന്ന് തെക്കോട്ട് വന്ന് പീലാത്തോസിന്റെ അതിനിലുള്ള തന്റെ കീഴിലെ യഹൂദ ദേശത്ത് അവര് വന്നപ്പോൾ അവരുടെ കയ്യിലുണ്ടായ പരിചയിൽ അവരുടെ ദൈവത്തിന്റെ ഫോട്ടോ പതിച്ചിരുന്നു. ഒന്നുകൂടി പറയാം. അവൻ ഹേരോദാവിന്റെ ആളുകൾ പീലാത്തോസ് ഭരിക്കുന്ന പട്ടണത്തിലേക്ക് വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒരു പരിചയുണ്ടായിരുന്നു. ആ പരിചയിൽ അവരുടെ ദൈവത്തിന്റെ രൂപം കൊത്തിവെച്ചിരുന്നു. ആ രൂപം കൊത്തിവെച്ചുകൊണ്ട് അവർ യഹൂദയിൽ വന്നപ്പോൾ യഹൂദയിലുള്ള ദൈവമക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ യഹൂദയിലെ ആളുകൾക്ക് വിഗ്രഹാരാധനയോട് വെറുപ്പായതുകൊണ്ട് അവർ ഈ പരിചക്കകത്ത് കൊത്തിവെച്ച ദൈവത്തെ കൊണ്ട് യഹൂദയിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? യഹൂദരെല്ലാം കൂടി കയറി അവരെ അങ്ങ് എതിർത്തു. എതിർത്ത കൂട്ടത്തിൽ വലിയൊരു കലഹം യഹൂദയിൽ ഉണ്ടായി. ഈ കലഹം നടക്കുന്ന സമയത്ത് പീലാത്തോസ് ഒരു കാര്യം ചെയ്തു. എന്താണെന്നറിയാമോ? യഹൂദയിൽ നിന്നും വന്നതായ ഹേരോദാവിന്റെ പട്ടാളക്കാരെ ശരിക്കങ്ങ് കൈകാര്യം ചെയ്തു. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഇടയ്ക്ക് നമ്മുടെ ആളുകളുടെ സ്വഭാവം പീലാത്തോസ് അങ്ങ് എടുത്തു. ഒരേ രാജ്യക്കാരാന്ന് ഓർക്കണം, ഒരേ അധികാരമുള്ളവരാന്ന് ഓർക്കണം. ഹേരോദാവിന്റെ ആൾക്കാർ പരിചയം കൊണ്ട് യഹൂദ വന്നപ്പോ അത് പീലാത്തോസിന് ഇഷ്ടപ്പെട്ടില്ല. പീലാത്തോസ് പട്ടാളത്തെ ഇറക്കി ഇവന്മാരെ അടിച്ചു. അടിച്ച കൂട്ടത്തിനകത്തൊരു ഭയങ്കര ലഹളം ഉണ്ടായി. എവിടെ? യഹൂദയിൽ. പട്ടാളക്കാരെല്ലാം കൂടി ജീവനെ ഭയന്ന് ആലയത്തിനകത്തേക്ക് ഓടിക്കേറി. വിശുദ്ധമായ ദൈവാലയത്തിനകത്തേക്ക് ഓടിക്കേറിയ കൂട്ടത്തിൽ യഹൂദന്മാരും ഓടിക്കേറി. പക്ഷെ പീലാത്തോസിന്റെ കിങ്കരന്മാര് വിട്ടില്ല. എന്ത് ചെയ്തെന്നറിയാമോ? ആലയത്തിലേക്ക് ഓടിക്കേറിയ ഹേരോദാവിന്റെ പട്ടാളക്കാരെ യഹൂദന്മാരെ ആലയത്തിനകത്തിട്ട് വെട്ടി. വിശുദ്ധ ദൈവാലയത്തിലെ വിശുദ്ധ യാഗപീഠത്തിനകത്ത് അവൻ പീലാത്തോസ് യഹൂദയുടെ പട്ടാളക്കാരുടെ
ചോര ഒഴുക്കി. അതിനകത്ത് പെട്ടുപോയ കുറെ യഹൂദന്മാരുടെ ചോര ആലയത്തിനകത്ത് ഒഴുകി. വേണമെങ്കിൽ ഒരു സംശയം, നിങ്ങൾ ഇതിപ്പോ കണ്ടിട്ട് അത് ഉണ്ടോന്ന് എനിക്കൊരു സംശയം. നിങ്ങൾ എന്നെ സൂക്ഷിച്ച് നോക്കുന്നത് കണ്ടപ്പോ ഇത് ഞാൻ വേറെ ബാലനമക്കകത്തെന്ന് പറയുന്ന പോലെ, കോവനും ഓടിക്കകത്തെന്ന് പറയുന്ന പോലെ എനിക്കത് തോന്നൽ. ആ തോന്നൽ മാറ്റാൻ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് വചനം വായിച്ചിട്ട് ഉള്ളിനെ എന്നാലും എടുത്തൊക്കെ എല്ലാവരും പുസ്തകം എന്നിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇതൊക്കെ പുസ്തകത്തിനകത്തുണ്ടോ എന്നുകൂടി ഒന്ന് പരിശോധിക്കും. വായിച്ചേ. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗപീഠത്തോട് കലർത്തിയ വർത്തമാനം അറിയിച്ചു. അപ്പോസ്തലപ്രവൃത്തി 5-ാമത്തെ അധ്യായം അതിന് 37-ാമത്തെ വാക്യം. വായിച്ചു. അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദാ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്നെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു, അവനെ അനുസരിച്ചവർ ഒക്കെയും ചിതറിപ്പോയി. ഇതാണ് ഉണ്ടായ കലകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. ഈ ഒറ്റ പ്രശ്നം നിമിത്തം ഒരു രാജ്യത്തിന്റെ കീഴിൽ ജോലി ചെയ്ത ഹേരോദാവും പീലാത്തോസും തമ്മിൽ പിണങ്ങി. ഐപിസിക്കാരനും ഇന്ത്യക്കാരനും തമ്മിൽ കാണാത്തത്, ചർച്ച കൊടുക്കാരനും ഏജിക്കാരനും മുമ്പിൽ നോക്കാത്തത് പോലെ, നൂജനും അവൻ ഓൾട്ടും തമ്മിൽ കൈകൊടുക്കാത്ത പോലെ ഇവരും കൈകൊടുക്കാതെ. കണ്ട കൈകൊടുക്കത്തില്ല, നേരിൽ കണ്ട നോക്കത്തില്ല. ഒരാമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് പെന്തക്കോസിൽ നിന്ന് കത്തോലിക്ക പോകാനിരുന്ന ഒരാളാണ് ഞാൻ സത്യസന്ധമായിട്ട് പറയാം. ആരെങ്കിലും ആദ്യമായിട്ട് വന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പിൻമാറ്റത്തിൽ പോകുന്നത് എന്നെ പോലെ പിടിച്ചു നിൽക്കണം. ഞാന് സ്തോത്രം ഈ പെന്തക്കോസ്തി വന്നപ്പോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ആദ്യമായിട്ട് പെന്തക്കോസ്തി വന്നപ്പോ എല്ലാവരും തമ്മിൽ വിളിക്കുന്നു ബ്രദറെ സിസ്റ്ററെ. അപ്പൊ ഞാൻ ഓർത്ത് എന്തൊരു സ്നേഹം. വന്ന ദിവസം തന്നെ ഞാനിരുന്ന കസേര ഒരുത്തം കൊണ്ടൊന്ന് ഫെവിക്കോൾ ഒട്ടിച്ചു വെച്ചു. എന്ന് വെച്ചാൽ ഒരിക്കലും ഇവന് ഇവിടെ എഴുന്നേൽക്കാത്ത രീതിയിൽ എന്നെ മൂടവം പഠിപ്പിച്ചു. സ്വാതന്ത്ര്യം ചെയ്ത് അന്നേ എനിക്ക് പണി കിട്ടി. ഭയങ്കര സ്നേഹം. കുറച്ച് കഴിഞ്ഞ് ഇതിനകത്തോട്ട് കേറിയപ്പോൾ അല്ലേ ഇതിനകത്തെ കാര്യം പിടുത്തം കിട്ടിയത്. എന്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ എന്ത് അവരെ വെട്ടുന്നതല്ലേ ഇതിനകത്ത്. അവർക്ക് പാവത്തിന്റെ പിണറായി സാറ് പഞ്ചമാവല്ലേ, പിണറായി വെട്ടുന്നതല്ലേ ഇതിനകത്ത് പലരും ഇരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഭാഷയോട് പറഞ്ഞു, ഞാനൊരു ജനറൽ കൺവെൻഷന് പ്രസംഗിക്കുക. ഞാൻ കേറുന്നതിന് മുൻപ് അങ്ങനെ സൗണ്ടായിട്ട് കുറച്ച സാമാന്യ ശരിയാണ്. ഞാൻ പ്രസംഗിക്കാൻ കേറുന്നതിന് മുൻപ് സൗണ്ട് എന്ന് പറയുന്നത് ജില്ല് സൗണ്ടാ. ഞാൻ പ്രസംഗിക്കാൻ മൈക്കെടുത്തപ്പോ സൗണ്ട് ഇല്ലടാ, സൗണ്ട് എല്ലാം കൂടി പോയി. ഞാൻ അവിടെ കൊണ്ടപൊട്ടി പ്രസംഗിച്ച് വെയ്യത്ത് കുളിച്ചു. എല്ലാം കഴിഞ്ഞ് ഞാൻ ഓടിച്ചെന്നിട്ട് സൗണ്ട് സിസ്റ്ററിനോട്, ഇവിടെ മോനെ നീ എന്ത് പരിപാടിയാ കാണിച്ച്, എന്തിനാ ശബ്ദം കുറച്ച്? അപ്പൊ പറഞ്ഞു, ഭാഷ ഞാനല്ല സെൻട്രൽ ഭാഷ പറഞ്ഞിട്ടാണ്. നിങ്ങൾ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ കുറച്ച് ഇതിനകത്ത് ഭയങ്കര തരികട പരിപാടിയല്ലേ, ഭയങ്കര തരികട പരിപാടി. ഒരു അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഇന്ന് ആരെങ്കിലും ആദ്യമായിട്ട് വന്നവരുണ്ടെങ്കിൽ ഇവിടെ നിൽക്കരുത്, വാലും ഒക്കെ ലുട്ടാപ്പിയെ പോലെ ഓടിയേക്കണം. ഒരു അല്ലെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. നേരെ ചൊവ്വൻ നിൽക്കാൻ പറ്റുമെങ്കിൽ ഇതിനകത്ത് നിന്നാ മതി. ഞാൻ ഒരു കാര്യം പറയാ, ഇതിനകത്ത് നിൽക്കണമെങ്കിൽ ഒരു ഇച്ചിരി ഉണ്ടായിപ്പോക്കെ നിൽക്കണം. നിങ്ങളെ വിളിച്ചാലും വിളിച്ചില്ല, ഞാൻ ഒരു കാര്യം പറയാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഓർത്തു ഇതിനകത്ത് വന്നപ്പോ കന്യാമറിയം ഔസപ്പിതാവൊക്കെയായി ഇരിക്കുന്നതെന്ന്. പിന്നെയാ മനസ്സിലായത് അവൻ ഇതൊന്നുമല്ല, ഡാങ്കിനെയും ലുട്ടാപ്പിയൊക്കെ. ഞാനോർത്തത് അപ്പുരാനെ ഇതിലും നല്ലത് കത്തോലിക്കയായിരുന്നല്ലോ. എന്റെ ഭാഷയോട് എന്റെ പൊന്നു പറഞ്ഞു, ഞാൻ ഇതിനകത്തില്ല. പക്ഷെ എന്റെ ദൈവദാസൻ എന്നോട് അങ്ങനെ ദൂത് പറഞ്ഞു, പോലെ 1000 പേര് കൊള്ളാത്തതുണ്ടെങ്കിൽ നീ ഒന്ന് കാണിച്ചു കൊടുക്ക്, നീ ജീവിച്ച് കാണിച്ചു കൊടുക്ക്. അവരുടെ
പീലാത്തോസിന്റെ നാമത്തിൽ അവൻ ഇത് എവിടെ കൊണ്ടുപോയി ഒളിച്ചു വെച്ചേച്ചു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞേ. ആമേൻ, ആമേൻ, സ്തോത്രം. ഒരിച്ചിരി കുറച്ച്. ആമേൻ, ആമേൻ, സ്തോത്രം. എന്തോ സംഭവം വന്ന മരവ് തന്നെ കർത്താവിന്റെ സ്തോത്രം. ഞാൻ വളരെ സ്നേഹിക്കുന്നു കർത്താവിന്റെ സ്തോത്രം. അപ്പോ ഈ ഹേരോദാവും പീലാത്തോസും തമ്മിൽ എന്ത് ചെയ്യത്തില്ല, മിണ്ടത്തില്ല. ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോ പറഞ്ഞൊന്നും അറിയില്ല, പറഞ്ഞെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. എന്റെ അപ്പച്ചന് എന്റെ ആദ്യം ഞങ്ങൾക്ക് 10 സെന്റ് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. ഓർക്കുന്നു ഇല്ല അന്നേ കേട്ടോ. ആദ്യം കൂടി 10 സെന്റ് സ്ഥലമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. 10 സെന്റ് സ്ഥലം. ഒരാണേ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ MG റോട്ടിൽ നിന്നുമല്ല, ഒരു മലമൂട്ടിൽ ഒരു കടപ്പുറത്ത്. ആകെ അവിടെ 1 സെന്റ് 2500 രൂപയുണ്ട്. അതാ 10 സെന്റ്. പക്ഷേ എൻ്റെ അപ്പൻ ഒരിക്കലും മതിൽ കെട്ടില്ല. കാശ് കിട്ടിയാൽ അപ്പം മതിൽ കെട്ടത്തില്ല. ഞങ്ങളുടെ 2 സൈഡും തെങ്ങിൻ തോപ്പ, അത് ഒഴിഞ്ഞു കിടക്കുന്ന തെങ്ങിൻ തോപ്പ. അപ്പനെല്ലാം പ്രാവശ്യം കുത്തി ആ വേലി കിട്ടുന്നത്. അപ്പൊ ഒരു ദിവസം ഞാന് ഈ പണിക്കാരനൊക്കെ ആയി ടേപ്പൊക്കെ വെച്ച് അളക്കാൻ വരുമായപ്പോ ഞാൻ അളന്ന് നോക്കിയപ്പോ ഒരു 10-15 സെന്റ് സ്ഥലം. അപ്പൊ ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പം നമുക്ക് 10 സെന്റ് അല്ലേ ഉള്ളൂ, പിന്നെ ഇതിപ്പോ ഒരു 15 സെന്റ് ഉണ്ടല്ലോ. അപ്പം പറഞ്ഞ അപ്പം തിന്നാ മതി, ഒഴിയല്ലോ പറഞ്ഞേ. അപ്പന്റെ പരിപാടി എന്താണെന്നറിയാമോ, എല്ലാ പ്രാവശ്യം വേലി കെട്ടുമ്പോ കുറ്റി മാറ്റി കുത്തും. ആ സത്യത്തിൽ നമ്മുടെ കാര്യമാണ്. എല്ലാ പ്രാവശ്യം അപ്പം കുറ്റി എന്തെങ്കിലും മാറ്റി കുത്തും. അങ്ങനെ 10 സെന്റ് ഉണ്ടായി. ഞങ്ങൾക്ക് ഇപ്പൊ എത്രയും 15 സെന്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അപ്പനെ പിടിച്ച കോട്ടയിൽ മുടി ധ്യാനത്തിൽ കിട്ടും. അപ്പൊ പോയി ധ്യാനത്തിന് പോയി. ധ്യാനം കൂടാൻ അവിടെ ചെന്ന് ഇരുന്നപ്പോൾ ആദ്യമായിട്ട് നായ്ക്കമ്പറമ്പ് അച്ഛൻ പ്രസംഗിക്കാൻ വന്നു. പ്രസംഗിക്കാൻ വന്നപ്പോ തന്നെ അച്ഛൻ ചെയ്യ കയറിയിട്ട് 10 സെന്റ് ഉണ്ടായ ഒരുത്തൻ കുറ്റി മാറ്റി കുത്തി 15 ആക്കിയിട്ട് വന്നിരിപ്പാണ്. കൊണ്ടുപോയ ജേക്കബിനോട് ചോദിച്ചു, ജേക്കബേ എന്റെ കാര്യം അച്ഛനോട് പറഞ്ഞു. എന്റെ പൊന്ന് സേവനേട്ട ഞാൻ മിണ്ടിയിട്ടില്ല. ഈ 2000 പേര് വിൽക്കുന്നതിനകത്ത് ഞാനിങ്ങനെ പറയുന്ന അച്ഛൻ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിനക്ക് 10 സെന്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എത്രയാണ്? അവസാനം 7 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് അപ്പം തിരിച്ചു വന്നൊരു വരവുണ്ട്. വന്ന വരവെങ്കിൽ ആ പെട്ടി അവിടെ വെച്ചിട്ട് ആ കുറ്റി ഇറക്കിയിട്ട് പണ്ടത്തെ 10 കൊണ്ടുപോയി. ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷം. കൃത്യം 5 വർഷം കഴിഞ്ഞപ്പോ അപ്പം പെന്തക്കോസ്തിൽ പോയി. 1 വർഷം കഴിഞ്ഞപ്പോ അപ്പം പിന്നെ ആ കുറ്റി അവിടെ നിന്നിട്ട് 15 കൊണ്ടുപോയി. അപ്പൊ അമ്മച്ചി ചോദിച്ചു, താൻ എന്താ പരിപാടിയാ കാണിക്കുന്നത്? അപ്പൊ അമ്മയോട് പറയാ, എടി പെണ്ണെ, അവിടെ ഇരിക്കുന്നവരെല്ലാം മാറ്റിക്കുത്തിയവരാണ്. മാറ്റിക്കുത്താത്തത് മനസ്സിലായോ? നമ്മൾ ക്രൂസിനെ കണ്ടാ പോരാ, ക്രൂസ് നമ്മുടെ ജീവിതത്തിൽ കയറണം. ക്രൂസിനെ ആരാധിച്ച പോരാ, ക്രൂസ് നമ്മുടെ ചിഹ്നമായി മാറണം. കരം ഉയർത്തി ദൈവത്തിൽ നിന്ന് സ്വന്തം ചെയ്യേ. ഞാന് ക്രൂസെന്ന് ഓർക്കുമ്പോഴേ നമുക്ക് പേടിയാ. ഇന്ന് ഉച്ചക്ക് മീറ്റിംഗ് കഴിഞ്ഞ് റൂമിൽ ചെന്നപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ സത്യം മാത്രമേ പറയൂ. ഞാൻ പറയും, സത്യം പറഞ്ഞ കർത്താവിന്റെ അനുഭവം നിനക്ക് അറിയാമോ? അല്ലെ, സത്യം പറഞ്ഞ കർത്താവ് യുവാനെല്ലാം കൂടി ഇവിടെ കയറ്റി, ക്രൂസിൽ കയറ്റി എന്ന് പറഞ്ഞ പോലെ ഈ സത്യം പറഞ്ഞ ക്രൂസാണ് നമ്മുടെ ചിഹ്നം. ഇവർ രണ്ടുപേരും വൈരമാ. ഇനി ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കാൻ പറയാം. ശ്രദ്ധിക്കണേ, യേശു കർത്താവിനെ ഗെത്സമന തോട്ടത്തിൽ പിടിച്ചു. ഗെത്സമന തോട്ടം കിഴക്കാണ്. എവിടെയാണ്? കിഴക്കാണ്. പീലാത്തോസിന്റെ അരമന കിഴക്ക് നിന്നും ഏകദേശം 12 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറി പീലാത്തോസിന്റെ കൽത്തളം. 12 കിലോമീറ്റർ ഗെത്സമന തോട്ടത്തിൽ നിന്നും പിടിച്ച കർത്താവിനെ അവൻ രാത്രിയിൽ തന്നെ പീലാത്തോസിന്റെ കൽത്തളത്തിൽ കൊണ്ടുവന്നു. പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോയി ഒരുത്തൻ ചാടിക്കേറി പറഞ്ഞു, ഇവൻ ഗലീലക്കാരനാണെന്ന് കേട്ട ഉടനെ പീലാത്തോസ് പറഞ്ഞു, സോറി, ഞാൻ ഇവന്റെ വിഷയത്തിൽ ഇടപെടില്ല. കാരണം ഒന്നേ ഹേരോദാവ് ഞങ്ങൾ രണ്ടുപേരും പിണങ്ങിയിരിക്കുക. ഇവൻ ഗലീലക്കാരനായതുകൊണ്ട് ഗലീലയുടെ പ്രവശ്യ മുഴുവൻ ഹേരോദാവിന്റെ കീഴിലാണ്. ഇവന് ഹേരോദാവിന്റെ അടുക്കൽ വെക്കാൻ പറഞ്ഞു. മക്കളെ കേൾക്കണോ? 12 കിലോമീറ്റർ ഗെത്സമനയിൽ നിന്നും ചങ്ങലയിട്ട് വലിച്ചുകൊണ്ട് വന്ന യേശുവിനെ അവൻ പീലാത്തോസിന്റെ കൽത്തളത്തിന് 28 കിലോമീറ്റർ രാത്രി തെരുവിലൂടെ
വലിച്ചിഴച്ച് ഹേരോദാവിലേക്ക് കൊണ്ടുപോയി. കണക്കറിയാവുന്നത് കൂട്ടിക്കോ. ഗെത്സമനെ വരെ 12 കിലോമീറ്റർ. 12 കിലോമീറ്റർ താണ്ടിക്കൊണ്ടുവന്ന പീലാത്തോസിന്റെ കർത്തവത്തിൽ നിന്നും ഹേരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് 22-26 കിലോമീറ്റർ വലിച്ചിഴച്ചെന്റെ അരുമനാഥനെ. അവിടെ ചെന്നപ്പോൾ ഹേരോദാവിന് സന്തോഷം. എന്താ സന്തോഷം? ഇവൻ യേശുവെന്നറിഞ്ഞപ്പോൾ അത്ഭുതം കാണാനൊരു സന്തോഷം. പക്ഷേ ആദ്യം ചെന്ന ഉടനെ ഒരു കത്ത് കൊടുത്തു വിട്ടു പീലാത്തോസ്. പീലാത്തോസ് കൊടുത്തുവിട്ട കത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ കത്തിന്റെ ആരംഭം ഞാൻ വായിക്കാം. ഞാൻ ഈ പറയുന്നത് യേശുവിന്റെ സമകാലികനായ ജോസിഫസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരനുണ്ട്. തന്റെ പുസ്തകത്തിന്റെ എഴുത്തുകളാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ എഴുത്തിങ്ങനെയാണ്: എന്റെ പ്രിയ സ്നേഹിതനായ അവൻ ഹേരോദാവ് അറിയേണ്ടതിന്, എന്റെ പ്രിയ സ്നേഹിതനായ ഹേരോദാവ് അറിയേണ്ടതിന്, ഇന്നലെ വരെ പിണങ്ങിയിരുന്ന പീലാത്തോസ്, ഇന്നലെ വരെ വഴക്കിട്ടിരുന്ന പീലാത്തോസ് യേശു കർത്താവിനെ നടുവിൽ നിർത്തിയിട്ട് വഴക്ക് മാറ്റിയിട്ട് വഴക്കിട്ടവനെ വിളിച്ചു എന്റെ പ്രിയപ്പെട്ടവനായ ഹേരോദാവ്. എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. ദൈവമക്കളെ, അവനെ ക്രൂശിക്കാനാണെങ്കിലും അവനെ കൊന്നുകളയാനാണെങ്കിലും അവന്റെ സാന്നിധ്യം അവരുടെ നടുവിൽ വെളിപ്പെട്ടപ്പോൾ പിണക്കം മാറ്റാൻ അവർ തയ്യാറായെങ്കിൽ ഇന്ന് രാത്രി ഞാനും നിങ്ങളും കണ്ട യേശുവിന്റെ ക്രൂശ് പിണക്കത്തിന്റെ ക്രൂശല്ല, അവർ തല്ലി വീണ്ടുന്ന ക്രൂശല്ല, അത് ഇണക്കത്തിന്റെ ക്രൂശാണ്. കടമയത്തുള്ളൊരു ഹല്ലേലൂയ. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഈ ആലയത്തിനകത്തിന് പുറത്തിറങ്ങുന്നതിന് മുൻപ് പിണക്കങ്ങൾ മാറട്ടെ, ഇണങ്ങി ചേരാൻ ഇടയായി തീരട്ടെ. ഇന്ന് രാത്രി വേളയിൽ മുഴങ്ങാത്ത അവൻ ഫോൺബെല്ലുകൾ മുഴങ്ങട്ടെ. വിളിക്കാത്തവരെ വിളിക്കണം, അവൻ കോൾ ചെയ്യാത്തവരെ കോൾ ചെയ്യണം. ആരും വഴക്കിട്ട് പോകരുത്, ആരും പിണങ്ങി പോകരുത്. ഞാൻ കണ്ട ക്രൂസ് പിണക്കത്തിന്റെ ക്രൂസ് അല്ല. ശക്തമായി ദൈവാത്മാവിടെ പറയുക. മക്കളെ, നമ്മൾ കണ്ട ക്രൂസ് പിണക്കത്തിന്റെ ക്രൂസല്ല, ഇണക്കുന്ന ക്രൂസാണ്. ഈ ക്രൂസിനെ കണ്ടവൻ വഴക്കിട്ടിരിക്കില്ലെന്നേ. അതുകൊണ്ടല്ല സൂര്യൻ അസ്തമിക്കുമ്പോഴും നിങ്ങൾ പിണക്കവും കോപവും വെച്ചുകൊണ്ടിരിക്കരുത്. ഞാനൊരു കാര്യം ഇന്ന് രാത്രി ആത്മാവിൽ ഓർപ്പിക്കാം. ഈ പ്രസംഗം തീരുന്നതിന് മുൻപ് എന്റെ അരുമനാഥന്റെ കാഹള ശബ്ദം നിന്റെ ചെവിയിൽ കേട്ടാൽ നീ പോകത്തില്ല കേട്ടോ. ആരോടാണ് പിണങ്ങിയിരിക്കുന്നത്? ആ പിണക്കം ഇന്ന് മാറ്റണം. കർത്താവ് വരുന്നത് ഒരുപാട് ദുഷ്ടന്മാരെ കൊണ്ടുപോകാനല്ല, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപറ്റം വിശുദ്ധന്മാരെ ചേർക്കാം. വാനവേഗത്തിൽ എന്റെ അപ്പൻ വരാൻ കാലമായി. ഹല്ലേലൂയ. അവൻ ഒരുപക്ഷേ ഈ മീറ്റിംഗ് 2 ദിവസം കൂടി ഈ മീറ്റിംഗ് ഒന്നും നീണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ ഒരു സബ്ജക്റ്റ് കൂടി എന്റെ ഹൃദയത്തിലുണ്ട്. അത് നിത്യ ന്യായവിധിയും പുസ്തകങ്ങളെ കുറിച്ചാണ്. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് 5 പുസ്തകങ്ങളും 10 ന്യായവിധിയുമാണ്. 10 ന്യായവിധിയെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു, 5 പുസ്തകങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. 5 പുസ്തകങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന മക്കളെ ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ പുസ്തകം ഏതാണെന്നറിയാമോ? ജീവന്റെ പുസ്തകമാണ്. അത് സ്വന്തം ചെയ്യാൻ പറ്റുമോ? എന്നാൽ ജീവന്റെ പുസ്തകം മരിച്ചവരിൽ നിന്നും ജീവൻ പ്രാപിച്ച് പുറത്തു വന്നവരുടെ പേരെഴുതുന്ന പുസ്തകമാണ്. ഏത്? ജീവന്റെ പുസ്തകം. എന്ന് വെച്ചാൽ കെടുന്ന പിരിച്ചത്താലല്ല, കെടാത്തത് നിലനിൽക്കുന്നതുമായ ദൈവവചനമല്ല, ആത്മാവിന്റെ വചനത്താൽ വീണ്ടും ജനിച്ചവന്റെ പേരെഴുതുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. ഒരു ഹല്ലേലൂയ പറ. ഇന്ന് മാന്യ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ കരം നീട്ടിക്കൊണ്ട് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്, താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. വീട് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ സന്തോഷിക്കണം, വാഹനം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾക്ക് വിസ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ സന്തോഷിക്കണം. എന്തുകൊണ്ട് സന്തോഷിക്കണം? നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയതുകൊണ്ട്. ഒരു ഹല്ലേലൂയ. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതുകൊണ്ട്. പേര് വിളിക്കുന്ന പേര് എന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ കരം ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ച് നിന്റെ പേര് എന്റെ അപ്പന്റെ പുസ്തകത്തിനകത്തുണ്ട് എന്നുറപ്പുള്ളവർ ദൈവത്തെ ആരാധിച്ച്
ആരാധിക്കുന്നത് വിസ പുതുക്കാത്തത് കൊണ്ടല്ല, ജോലിയിലകത്ത് പ്രമോഷൻ ഇല്ലാത്തത് കൊണ്ടല്ല. നീ ആരാധിക്കേണ്ടത് എന്റെ പേര് എന്റെ അപ്പന്റെ പുസ്തകത്തിനകത്തുണ്ട്, അപ്പന്റെ പുസ്തകത്തിനകത്തുണ്ട്. ഇന്ന് രാത്രി കാലം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു വരാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുസ്തകത്തിനകത്ത് എന്റെ പേരുള്ളതിനാൽ സ്തോത്രം. പേരുണ്ടോ? പേരുണ്ടോ? ഹലോ, പേരുണ്ടോ? ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതിയ ക്ലെമന്ത്, പേരെഴുതിയ ക്ലെമന്തിന്. അപ്പൊ പുസ്തകത്തിൽ പേരെഴുതും, പേരെഴുതും. ഞാൻ ചിലതിനെ കണ്ണിച്ചുകൊണ്ട് ഇന്ന് രാത്രി പ്രസംഗിക്കുക. അത് ആരെതിർത്താലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. എതിർക്കുന്നവരെ ഈ പുസ്തകം വെച്ച് ഞാൻ തെളിയിച്ചിന്റെ രാത്രി പ്രസംഗിച്ചിട്ട് പോകത്തുള്ളൂ. ചിലരുടെ തെറ്റിദ്ധാരണ, ഒരിക്കൽ ഇതിനകത്ത് എഴുതിയാൽ ഇത് മായ്ക്കത്തില്ലെന്ന്. ആരാ പറഞ്ഞത് മായ്ക്കത്തില്ലെന്ന്? ഒരിക്കൽ നിന്റെ പുസ്തകത്തിനകത്ത് നിന്റെ പേരെഴുതിയെങ്കിൽ കുറിച്ചു വെച്ചോ, പേരെഴുതിയെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ പേര് മായ്ച്ചു കളയാൻ തമ്പുരാൻ അധികാരമുണ്ട്. ഒരു ഹല്ലേലൂയ. ഒരിക്കല് അവൻ തമ്പുരാൻ മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോശേ, എന്നെ മറക്കുന്നവന്റെ പേര്, എന്നെ ഉപേക്ഷിക്കുന്നവന്റെ പേര് ഞാൻ മണ്ണിൽ എഴുതി വെക്കും. ഒരു ഹല്ലേലൂയ. അവൻ സങ്കീർത്തനത്തിനകത്ത് ഒരു വാക്യമുണ്ട്, എന്നെ ഓർക്കാത്തവനും എന്നെ മറക്കുന്നവന്റെ പേര് ഞാൻ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും. ഇന്ന് രാത്രിവേളയിൽ സങ്കടത്തോടെ പറയട്ടെ, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് പുസ്തകത്തിൽ പേരെഴുതി എന്നുള്ള ജാഥ കാണിച്ച് നടക്കരുത്. ജീവിതത്തിന്റെ പാണ്ഡാവുകളിൽ എവിടെയെങ്കിലും പേര് മാറി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിവേളയിൽ പേര് പുതുക്കുന്ന രാത്രിയായി മാറട്ടെ, പേരെഴുതുന്ന രാത്രിയായി മാറട്ടെ. അത് നീ ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് പറയുന്നു, മക്കളെ പേരെഴുതിയ മായ്ക്കും മക്കളെ. പേരെഴുതിയെന്ന് പറഞ്ഞ് ഒരിക്കലും അഹങ്കരിച്ച് നടക്കരുത്. പുസ്തകത്തിൽ പേരെഴുതിയവന് എന്ത് ചെയ്യാൻ കഴിയും? മായ്ച്ചു കളയാൻ കഴിയും. ഒത്തിരി തെളിവുകൾ പുസ്തകത്തിനകത്തുണ്ട്. നമ്മുടെ വിഷയം അതല്ല. ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേര് ജീവന്റെ പുസ്തകം എന്നാണ്. അതിൽ പേരെഴുതി കാണാത്തവനൊക്കെയും ഈ പൊയ്കക്കകത്ത് തള്ളിയിടും. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന്റെ കാല് വീണ് കിടന്നിട്ട് പറയണം, തമ്പുരാന്റെ പേര് മായ്ച്ചു കളയരുത്. എന്ത് ചെയ്യരുത്? പേര് മായ്ച്ചു കളയരുത്. പേര് മായ്ച്ചു കളയരുത്. ഒരിക്കല് ഒരു കൊച്ചൻ എന്നോട് ചോദിച്ചു, പാസ്റ്റർ, രണ്ടുപേരുടെ കഥ പറയുമ്പോൾ രണ്ടുപേരുടെയും പേര് പറയുന്നതിൽ തെറ്റില്ലല്ലോ. തെറ്റുണ്ടോ? ഒരുപാട് കഥാപാത്രങ്ങൾ ഇല്ലല്ലോ. 2 കഥാപാത്രങ്ങൾ മാത്രമുള്ളപ്പോൾ 2 പേരുടെ പേര് പറയുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ല. 2 പേരുടെ പേരും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ യേശു തമ്പുരാൻ ഒരിക്കൽ ഒരു കഥ പറഞ്ഞപ്പോൾ 2 പേരുടെ പേര് പറഞ്ഞില്ല, ഒരാളുടെ പേര് പറഞ്ഞുള്ളൂ. ഒരാളുടെ പേര് അയാളുടെ ആസ്തിക്കനുസരിച്ച് പറഞ്ഞു. അയാളെ പറഞ്ഞത് ധനവാനും എന്നാ പറഞ്ഞു, മറ്റൊരുത്തരെ പറഞ്ഞത് ലാസർ എന്നാ പറഞ്ഞു. ധനവാനും ലാസറും. ഇത് ചോദിച്ച മാത്രമേ ഞാൻ തമ്പുരാനോട് ചോദിച്ചു, 2 കഥാപാത്രമല്ലേ ഉള്ളൂ, 2 പേരുടെ പേരെഴുതിയാൽ എന്നാ തമ്പുരാനെ? തമ്പുരാൻ പറഞ്ഞു, ഇതാ എന്റെ പുസ്തകത്തിൽ പേരുള്ളവന്റെ കാര്യം പറഞ്ഞ പോലെ ധനവാന്റെ പേര് എന്റെ പുസ്തകത്തിനകത്തില്ല. എന്തിനാ അവന്റെ പേര് ഞാൻ പറയുന്നത്? എന്നാൽ നായ്ക്കൾ വന്ന് വ്രണമുണ്ടാക്കി വാതിൽക്കൽ കിടന്ന് എല്ലാവരും തടയപ്പെട്ട ആ ലാസറിന്റെ പേര് എന്റെ പുസ്തകത്തിനകത്തുണ്ട്. ഇന്ന് രാത്രി വേളയിൽ എനിക്ക് തന്റെ ഇടത്തോടെ ഇന്ന് രാത്രി പ്രസംഗിക്കാം. നിങ്ങളുടെ പേരെഴുതിയ ഒരു പുസ്തകം അവൻ സ്വർഗത്തിലുണ്ട്. തലമടിച്ച് ദൈവത്തിന് നന്ദിയാണോ? ഈ രാത്രി വേളയിൽ തല ഉയർത്തിയുണ്ട്. എന്റെ പുസ്തകത്തിനകത്ത് എന്റെ പേരുണ്ട്. ഒന്നാമത്തെ പുസ്തകത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്
ജീവന്റെ പുസ്തകം. ഒരു പുസ്തകം കൂടി പറഞ്ഞിട്ട് ബാക്കി ഞാൻ പറയത്തില്ല, കാരണം എനിക്ക് ക്രൂശ് പ്രസംഗിക്കണം. രണ്ടാമത്തെ പ്രസംഗമാണ് യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ യഹോവ ശ്രദ്ധ വെച്ചിട്ടുണ്ട്. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് എഴുതി വെക്കുന്ന സ്മരണയുടെ പുസ്തകം അത് സ്വർഗത്തിലുണ്ട്. മനസ്സിലായില്ലേ? അനുദിന ജീവിതത്തിൽ നീ പറയുന്നതെല്ലാം ഒപ്പിയെടുത്ത് എഴുതി വെക്കുന്ന ഒരു പുസ്തകം സ്വർഗത്തിലുണ്ട്. ഒരാള് പറഞ്ഞു, സ്വർഗത്തിലൊരു പുസ്തകമുണ്ട് മക്കളെ, അറിയാമോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സഹോദര, നീ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. നീ പറയുന്ന നിസ്സാര വാക്ക് സഹോദരനോട് മൂഢ, നിസ്സാര എന്ന് പറഞ്ഞാൽ നീ കണക്ക് കൊടുക്കണം. സഹോദരിമാരെ, വായിൽ വന്നത് കോതക്ക് പാട്ടുന്നത് പോലെ, അടിച്ചു വീഴുന്നത് ഓടയിൽ നിന്നും വെള്ളമൊഴുകുന്ന പോലെ പറയുന്നതിന് കണക്കില്ലെന്നാണോ നിങ്ങളുടെ ചിന്ത? നീ പറഞ്ഞ സകല വാക്കുകളും നിരത്തി വെക്കുന്ന ദിവസമുണ്ട്. അതാണ് തമ്പുരാനൊരിക്കൽ പറഞ്ഞത്, സഹോദര കുഞ്ഞെ, നീ പറഞ്ഞത് മുഴുവൻ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ നിരത്തി വെക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് തമ്പുരാനൊരു ചോദ്യം ചോദിച്ചു, എന്റെ മുമ്പിൽ നീ വന്നു കഴിയുമ്പോൾ ഞാനും നീയും തമ്മിൽ കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി ഭയത്തോടെ യഹോവയെ സേവിക്കുക, അവൻ നിർമ്മലതയോടെ ഈ ദൈവത്തിന് നന്ദി പറയുക. എന്നെ ഭയപ്പെടുത്തുന്ന വാക്യമാണ്, നമ്മൾ തമ്മിൽ കണക്ക് തീർക്കുന്ന ഒരു നാൾ വരും. ആ നാൾ വരുമ്പോൾ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? മക്കളെ, നമ്മൾ രഹസ്യത്തിൽ പറഞ്ഞത് പുരമുകളിൽ അവൻ ഘോഷിക്കും. നമ്മളെ ഏതൊക്കെ വഴി പോയെന്ന് കണ്ടിട്ടില്ലേ? അയ്യോ, അതുകൊണ്ട് പോയാൽ തീരില്ല. എന്റെ നടപ്പും കിടപ്പും അവൻ ശോധന ചെയ്യുന്നു. എന്റെ എല്ലാ വഴികളും അവൻ അറിയുന്നു. എന്റെ വഴികളെ മുഴുവൻ അവൻ കണ്ടെത്തിയിരിക്കുന്നു. എന്റെ കാല് വെച്ച ഇടം എവിടേക്കാണെന്ന് തമ്പുരാന് നല്ലവണ്ണം അറിയാം. ഒരു നീ എവിടെയൊക്കെ പോയെന്ന് ദൈവത്തിന് അറിയാം. ഞാൻ ഒരിക്കലേ എന്റെ യൂട്യൂബിനകത്ത്, ഞാൻ ചർച്ചിനകത്ത് 6 മാസം ന്യായവിധിയെ കുറിച്ച്, യേശുവിന്റെ 2ാം വരവിനെ കുറിച്ച് 6 മാസം സൺഡേ ഞാൻ പഠിപ്പിച്ചു. അത് മുഴുവൻ യൂട്യൂബിനകത്ത് ഇടപെട്ട് ഞായറാഴ്ച മുഴുവൻ ഇതായിരുന്നു പഠനം. അവൻ ഈ പല ചർച്ചിൽ നിന്നും ആളുകൾ അവരുടെ ആരാധന കഴിഞ്ഞ് ഈ ക്ലാസ് കേൾക്കാൻ ചർച്ചിൽ വന്നിരുന്നു. ഭയങ്കര അനുഗ്രഹമായിരുന്നു. അന്ന് ഇത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അറിയേണ്ടതുപോലെ പലരും അറിഞ്ഞിട്ടില്ല. ഒരു സ്വന്തം ചെയ്തേ നമ്മൾ അതിനകത്ത് ഒരു കാര്യം പറയാം. നിങ്ങൾ അന്ന് തമ്പുരാന്റെ മുമ്പിൽ ചെല്ലും. തമ്പുരാന്റെ മുമ്പിൽ ചെന്ന് നിങ്ങൾ നിൽക്കുമ്പോ നിങ്ങളുടെ പേര് വിളിക്കും. ജീവന്റെ പുസ്തകം എന്നൊരു പുസ്തകം അന്ന് തുറക്കും. ജീവന്റെ പുസ്തകം തുറക്കുന്ന കൂട്ടത്തിൽ ഒരു പുസ്തകം കൂടി അവിടെ വരും. ഏത് പുസ്തകം എന്നറിയാമോ? ദാവീദ്. എല്ലാവരും പുസ്തകം ഉയർത്തിക്കേ, ആ ബുക്കം ഉയർത്തിക്കേ. ഇതവിടെ വരും. നിങ്ങളെ ന്യായം വിധിക്കുന്ന നാളുകളിൽ സുവിശേഷം വെച്ചവർ നിങ്ങളെ ന്യായം വിധിക്കുമെന്ന് തിരുവചനത്തിനകത്തുണ്ട്. ഈ പുസ്തകം അവിടെ വരും. ന്യായവിധിക്ക് വേണ്ടി ജീവന്റെ പുസ്തകം തുറക്കുമ്പോൾ ഈ സുവിശേഷം എന്ന പുസ്തകം തുറക്കും. എന്നിട്ട് ഇതെന്ന് തുറന്നു വെച്ചിട്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പോലെ നിന്നെ ന്യായം വിധിക്കും. ഞാനൊരു പുസ്തകത്തിനകത്ത് വായിച്ചത് പറയാം. ഓരോ മാസം ചെല്ലുന്തോറും, വർഷം ചെല്ലുന്തോറും പുതിയ ടെക്നോളജിയിലുള്ള ടിവികൾ പുറത്തു വരുന്നു. ആദ്യം കണ്ടത് ചെറിയ ടെലിവിഷൻ ആയിരുന്നു. അത് മാറി LCD ആയി, പിന്നെ LED ആയി, അല്ലേ? പിന്നെ പ്ലാസ്മ TV ആയി. ഇപ്പൊ അതും മാറി മേശപ്പുറത്ത് ആ സൗണ്ട് കാർഡ് പോലെ ഒരെണ്ണം വെച്ച് എലാർജി ചെയ്താൽ
ഏകദേശം ഒരു ഭിത്തിയുടെ വലുപ്പത്തിൽ കാണാവുന്നതായി. അത് പോയിട്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ഷാർജയിൽ പോയപ്പോൾ ഷാർജയിൽ ഒരു കടയിൽ ചെന്നപ്പോൾ പെൻസിൽ പരുവത്തിൽ കുത്തിയിടുന്നവരെണ്ണം ഓൺ ചെയ്ത് പിടിച്ചാൽ ഏകദേശം ആ ഭിത്തിയുടെ 4 ഭിത്തിയുടെ വലുപ്പത്തിലുള്ള ഒരു TV വെളിപ്പെട്ടു വരും. 3.25 ലക്ഷം രൂപയാണ്. ഇതാ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഒരു പേന തുമ്പിനകത്ത് ഏകദേശം ഇതിന്റെ ഭിത്തിയുടെ വലിപ്പത്തിനകത്ത് പ്ലാസ്മ പോലെ വലിച്ചു കാണിക്കാവുന്ന TV. പക്ഷെ ഞാനും നീയും ചെയ്തത് മുഴുവൻ അന്ന് തമ്പുരാൻ കാണിക്കുന്നത് ആകാശത്തിൽ പ്ലാസ്മ TV പോലെ ഓൺ ചെയ്യും. ആദ്യം ഓൺ ചെയ്യുമ്പോൾ കൊച്ചിയിൽ നിന്ന് UK യാത്ര ആദ്യം കാണിക്കും. നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു, ബൈബിൾ നെഞ്ചത്ത് വെച്ച് കരയുന്നു, മകളെ ബൈബിൾ വായിക്കണേ, വായിക്കാം മമ്മി എന്ന് പറഞ്ഞു വരുന്നു. ഇറങ്ങി വന്ന് UK ഇറങ്ങിയ പിറ്റേ ദിവസം തൊട്ട് ബൈബിളെ തൊട്ടുപത്തുന്നു, ബൈബിൾ വായിക്കുന്നു, ബൈബിൾ കെട്ടിപ്പിടിക്കുന്നു. ബൈബിൾ ഇല്ലാതെ ജീവിതമില്ല. അതൊക്കെ കാണുമ്പോ അവിടെ നിന്ന് അടുത്ത മനോജ് ഭാഷ വിളിച്ചിട്ട് പറയും, പാസ്റ്റേ കാണും, പാസ്റ്റേ കാണും. ഞാൻ മുത്തം കൊടുക്കുന്നതിനെന്തോ കുറച്ചുകൂടി കഴിഞ്ഞ് അങ്ങനെ ആ ജോലിയൊക്കെ കിട്ടി, PR ഒക്കെ കിട്ടി. ആ ഭാഗം ഇട്ടപ്പോൾ ദൂതനോട് പറഞ്ഞു, ദൂത ഒന്ന് റിവെന്റ് അടിക്കാമോ, ഒന്ന് ഫോർവേഡ് അടിക്കാമോ? ദൂതം പറഞ്ഞു, ഫോർവേഡും റിവെന്റും ഇല്ല. അയ്യോ അത് കാണിക്കല്ലേ. ഞാൻ ഞായറാഴ്ച മുമ്പേ ആരാധന നടക്കുമ്പോ ആരാധന വിട്ടിട്ട് കൂട്ടുകാരും കൂടി മാറി കടഞ്ഞു നടന്നത് കാണിക്കല്ലേ. ദൂതം പറഞ്ഞു, മിണ്ടാതിരുന്നോ, സകലതും ഞാൻ കാണിക്കും, സകലതും ഞാൻ വെളിച്ചത്ത് വരും. നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ നല്ലത് മാത്രം കാണിച്ചിട്ട് മോശമായത് റിവെന്റ് അടിച്ച് ഫോർവേഡ് അടിക്കുമെന്ന്? ഇല്ല മക്കളെ. അവൻ സകല ലോകത്തിലെ സകല വിശുദ്ധന്മാരും കാണെ ഇത് പരസ്യമാക്കുന്ന ഒരു ദിനമുണ്ട്. ആ ദിവസം നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? ഇന്ന് രാത്രി നീ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞതും നീ ഭാര്യയെ കുറിച്ച് പറഞ്ഞതും എല്ലാം പബ്ലിക്കിൽ വെളിപ്പെടുന്നു. ഉപദേശി വിശ്വാസിയുടെ കയ്യിൽ നിന്നും ഓഫറിംഗ് വാടിച്ച് അവരെ പറ്റിച്ച് കുട്ടടിച്ച് പാപം ചെയ്ത് നടന്നതും പബ്ലിക്കിൽ വരും. ഒരു ആമേൻ പറഞ്ഞേ, ഒരു അന്യത പറഞ്ഞ മക്കളെ. ഒരുപക്ഷെ ഈ ആദ്യ പ്രസംഗങ്ങളൊന്നും കേൾക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി പ്രസംഗം കഴിഞ്ഞ് ആമേൻ പറയുന്നതിന് മുമ്പ് തമ്പുരാൻ വന്നാൽ ഉറപ്പ് പറയാം, നിങ്ങൾ പറഞ്ഞിരിക്കും, നിങ്ങൾ എടുക്കപ്പെട്ടിരിക്കും. ഒരൊറ്റ ദൂരം പറഞ്ഞ് ഞാൻ ഈ കാലം വിടുകയാണ്. ക്രമീകരിക്കപ്പെടാനുള്ള ഒരവസാന രാത്രിയാണ് ഈ രാത്രി. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾ കണ്ട ക്രൂസ് പിണക്കത്തിന്റെ ക്രൂസ് അല്ല. എന്നും ഈ ഫോൺ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ കോള് ചെയ്യുന്ന ഭാഗത്ത് മാത്രം ഫേവറേറ്റ് എന്ന് പറഞ്ഞൊരു 10 നമ്പറില്ലേ, അതിനകത്ത് അനിയത്തിയുടേത്, അനിയൻ്റെത്, പിന്നെ എന്താ പറ ഇത് സമയം പോകും. അമ്മായിയമ്മ, പിന്നെ അമ്മായിയമ്മ, അമ്മായിയമ്മയുടെ നമ്പർ കേട്ട വർഷം ഒന്നായി. അമ്മായിയമ്മ ഒരു നമ്പർ. ഇനി ഭർത്താവിന്റെ പെങ്ങളുടെ നമ്പർ ഇല്ല. എന്നും നീ വിളിക്കുന്ന ചില നമ്പറില്ലേ, അതിട്ട് മാത്രം കുത്താതെ വിളിക്കാത്ത ചില നമ്പറില്ലേ, അത് ഇന്ന് രാത്രി വിളിക്കണം. ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് കുത്തണം. ഈ ഫോൺ അങ്ങ് ചെല്ലുമ്പോ കോള് തെളിഞ്ഞു വരും. ജാൻസി എടുക്കുന്നില്ല. അച്ഛാ ജാൻസിയുടെ ഫോൺ, അച്ഛാ അച്ഛാ ജാൻസിയുടെ ഫോൺ. കാരണം ജാൻസി വിളിച്ചിട്ട് 2 വർഷമായി. ഫോൺ എടുക്കുമ്പോ കൈ മറക്കും. എടുത്തിട്ട് ജാൻസി എന്തു പറ്റി ഇങ്ങനെ കോൾ ചെയ്യാൻ? ഒന്നും പറയണ്ട ജൂലറ്റ്,
ഒരു സാധനം ഫോട്ടോ വെച്ചിന്ന് വന്നു, ഒരു സാധനം ഫോട്ടോ വെച്ചിന്ന് വന്നു. കേറിയിരുന്നപ്പോ തൊട്ട് പറയുക, പിണക്കം മാറ്റി ഇണങ്ങാൻ അങ്ങനെ വിളിച്ചതാ. ഐ ലവ് യു. ഒരു സ്വോത്രം എന്ന് പറ, ഒരു രാമനെന്ന് പറ. രാവിലെ അഭിഷേകത്തിന്റെ തിളപ്പായിരുന്നു ഇവിടെ. പക്ഷെ ഇന്ന് രാത്രി അഭിഷേകം കുറയാതെ ഞാൻ പറയാം, പിണക്കം മാറ്റണം പോലെ, പിണക്കം മാറ്റണം പോലെ, ക്രൂസ് പിണക്കം മാറ്റുന്നതാണ്. ഇന്ന് രാത്രി കൈകൊടുക്കണം, ഇന്ന് രാത്രി കൈകൊടുക്കണം. ഞാനും നിങ്ങളും കണ്ടത് രണ്ട് സൈഡും കിടന്ന ക്രൂസ് അണ്ടച്ച, നടുക്ക് കിടന്ന ക്രൂസ. എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമർ മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് ഒരു തലയോട്ടി, രണ്ട് എല്ലും ഒരു തലയോട്ടി ഉണ്ട്. ഒരു തള്ള അതിനെ വന്ന് തൊട്ടുപോത്തുന്നു, കർത്താവാന്ന് പറഞ്ഞു. ഞാൻ എന്റെ പൊന്ന് തള്ളി, അത് തമ്പുരാനൊന്നുമല്ല, തലയോട്ടിയാണ്. ആ തള്ളക്ക് ഒരു വെളിവുമില്ല. കാരണം പുള്ളിക്കാരത്തി ഓർത്ത് ഏതോ പുതിയ പുണ്യാളനാണെന്ന് കരുതി തൊട്ട് മൊത്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാല് നമ്മൾ ഏത് ദൈവത്തെ കണ്ടാലും തൊട്ടുമൊത്തും. ചെയ്യേണ്ടതൊന്നും നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി പ്രസംഗം നിൽക്കുന്നതിന് മുമ്പ് നിന്റെ ഫോൺ റിങ് ചെയ്യണം. ജർമ്മനിയിൽ ഉണ്ടായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ വായിച്ചൊരു മുഖ്യനകത്ത് ഒരു അനുഭവ സാക്ഷ്യമാണ്. ഒരു ഭാര്യയും ഭർത്താവും, അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് 5-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ആ കുഞ്ഞ് മരിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ അവർ വിവാഹമോചനം ചെയ്തു. രണ്ടുപേരും ഭയങ്കര പിണക്കത്തിലാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യും, ആ കുഞ്ഞ് മരിച്ച ദിവസം രണ്ടുപേരും കൃത്യമായിട്ട് കുഴിമാടത്തിൽ വന്ന് പൂക്കൾ അർപ്പിക്കും. ഭർത്താവ് വരുന്നതിന് മുമ്പ് ഭാര്യ പോകും, ഭാര്യ വരുന്നതിന് മുമ്പ് ഭർത്താവ് പോകും. ഒരു ദിവസം രണ്ടുപേർക്കും സമയം തെറ്റി വന്നതൊരുപോലെയാണ്. കണ്ണടച്ച് കുഴിമാടത്തിൽ പൂക്കൾ വെച്ച് കണ്ണു തുറന്നപ്പോൾ മകനെ അടക്കിയ തലയുടെ ഭാഗത്ത് ഭാര്യ നിൽക്കുന്നു, കാലിന്റെ ഭാഗത്ത് ഭർത്താവ് നിൽക്കുന്നു. രണ്ടുപേരും പൂ വെച്ച് മടങ്ങുന്നതിന് മുമ്പ് അറിയാതെ ഒരാൾ ഇടറിയ ശബ്ദത്തെ ചോദിച്ചു, ചേട്ടാ, നമ്മുടെ മകനെ കുഴിച്ചിട്ട കുഴിമാടമാണ്. അവൻ മരിച്ച് മൺമറഞ്ഞിട്ട് വർഷങ്ങളായി. ഞാൻ ഒന്നുകൂടി താഴ്മയോടെ ചോദിക്കുന്നു, ഈ മകന്റെ കുഴിമാടത്തിൽ നിന്നുകൊണ്ട് നമുക്കൊന്നുകൂടി ഒരുമിച്ച് ജീവിച്ചൂടെ? ആ കുഴിമാടത്തിന് നെറുകയും കുറുകയും കരങ്ങൾ കോർത്തുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ മകനെ സാക്ഷി നിർത്തി ഞങ്ങളുടെ പിണക്കങ്ങൾ ഞങ്ങളിവിടെ മാറ്റുന്നു. മരിച്ച് മൺമറഞ്ഞ മകന്റെ കൂടാരത്തിൽ നിന്ന് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ ജീവനുള്ള ദൈവമെങ്കിൽ ഇന്ന് രാത്രി ജീവിക്കുന്ന ദൈവത്തെ സാക്ഷി നിർത്തി, ജീവനുള്ള ദൈവത്തെ സാക്ഷി നിർത്തി, ജീവിക്കുന്ന ദൈവത്തെ സാക്ഷി നിർത്തി ഇന്ന് രാത്രി ആളുകളൊക്കെ പറയുന്നു. ചർച്ചയിൽ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മച്ചിന്റെ അല്ല, ഒരു ആന്റി, പാസ്റ്റർ എന്തു പറ്റി? പാസ്റ്റർ പറയുന്ന ഒരു പ്രസംഗം ഞാൻ ഓർത്തിരിക്കുന്നില്ല, ഭയങ്കര മറവിയ പാസ്റ്റർ, ഭയങ്കര. ഒന്ന് പ്രാർത്ഥിച്ച പാസ്റ്റർ ഓർമ്മയ്ക്ക് വേണ്ടി. അപ്പൊ എനിക്ക് ഈ ആന്റിയും തൊട്ടടുത്ത് വേറെ ആന്റിയും തമ്മിൽ നല്ല പോട്ടിയാണ്. അതെനിക്ക് പണ്ടേ അറിയാം, മറവിയാണല്ലോ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ആന്റി, മറ്റേ ആന്റിയില്ലേ, അതങ്ങ് മറന്നേക്ക്. വളരെ 1961 നവംബർ മാസം 2-ാം തീയതി അവൻ എന്നോട് ചെയ്തത് ഭാഷക്കറിയാമോ? എന്തിനാ അധികം വന്നത്? മറവിക്കും. 1962 നവംബർ മാസം 2-ാം തീയതി അവന് ചെയ്യുന്നത് ഭാഷക്ക്. അപ്പൊ ഈ തലേന്ന് എന്താ ചെയ്യണേ? കുഴി വെട്ടി മണ്ണിട്ട് മൂടണ്ടേ ഈ തലേനെ? അല്ലേ? മറവിയാണെന്ന് നമ്മളെ കളിപ്പിക്കാൻ പറഞ്ഞതല്ലേ? അങ്ങനെയാണെങ്കിൽ മറക്കുന്നത് എന്താ? ഇവിടെ പ്രസംഗിക്കുന്ന എല്ലാ പ്രസംഗവും മറക്കും. നിന്റെ അമ്മായിയമ്മ ചെയ്തതും നാത്തും ചെയ്തതും വീട്ടുകാർ ചെയ്തതൊന്നും നിനക്ക് മറക്കാൻ പറ്റാത്ത
തകർത്തത് കുഞ്ഞെ, നിന്റെ അകത്തൊരു ലുട്ടാപ്പി എറിയിട്ടുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിനെ പുറത്താക്കാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിനക്ക് അത് കൊടുക്കാൻ കഴിയത്തില്ല. അവൻ വചനം മാത്രം നീ ഓർക്കുന്നില്ല, വചനത്തിന് മർമ്മം മാത്രം നീ ഓർക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശിന്റെ ഒന്നാമത്തെ പ്രത്യേകത ക്ഷമിക്കുന്ന ക്രൂശാണ്, സഹിക്കുന്ന ക്രൂശാണ്, പൊറുക്കുന്ന ക്രൂശാണ്. അന്ന് പീലാത്തോസ് തമ്മിൽ വൈരമായിരുന്നു. അവർ തമ്മിൽ എന്തായി? അടുത്തിരിക്കുന്ന ആൾ തമ്മിൽ കൈ കൊടുത്ത് മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറ, ഐ ലവ് യു. സഹോദരിമാർ അടുത്തിരിപ്പുണ്ടെങ്കിൽ പറയരുത്. കുടുംബ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഇത് നിങ്ങൾ അറിയണം, നിങ്ങളിത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിയുന്നില്ലെങ്കിലും നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മളെ നല്ലതുപോലെ വായിക്കുന്ന ഒരു തലമുറ നമ്മുടെ വീട്ടിലുണ്ട്. ഭർത്താവിനോട് പരോക്ഷമായി കടിച്ചേറി സംസാരിക്കുന്ന ഭാര്യമാർ തിരിച്ചറിയണം, നിന്റെ കുഞ്ഞും അത് തന്നെ ചെയ്യും. ഭർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം എല്ലാവരുടെ നടുവിൽ വെച്ച് നീ കൊടുക്കുന്നില്ലെങ്കിൽ വളർന്നു വരുന്ന നിന്റെ തലമുറയും അത് തന്നെ ചെയ്യും. ഭാര്യക്ക് കൊടുക്കേണ്ട ബഹുമാനം നടുവിൽ വെച്ച്, ആളുകളുടെ നടുവിൽ വെച്ച് നീ അത് കൊടുക്കാൻ നീ സന്നദ്ധ കാണിച്ചില്ലെങ്കിൽ വളർന്നു വരുന്ന നിന്റെ തലമുറയും അത് തന്നെ ചെയ്യും. ഈ പുസ്തകം എടുത്തവരോട് ഒരൊറ്റ അഭ്യർത്ഥനയുണ്ട്. നാം കണ്ട ക്രൂശ് യേശുവിന്റെ ക്രൂശ്. നമ്മൾ യേശു സ്നേഹിച്ചത് പോരാ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. നിങ്ങളിലും എന്നിലും എന്ത് ക്വാളിറ്റി കണ്ടിട്ടാ? എന്ത് ക്വാളിറ്റി കണ്ടിട്ടാ? എന്റെ ചേട്ടന്റെ ഭാര്യമാർ ഒരിക്കൽ എന്റെ അമ്മയോട് പറഞ്ഞു, ഇവനെ വീട്ടിൽ കയറ്റാതെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിൽ താമസിക്കാം. ഇവനെ വീട്ടിൽ ഇറക്കി വിടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ താമസിക്കാമെന്ന്. 10ാമത്തെ മകനായ എന്നെ നോക്കിയിട്ട് എന്റെ അപ്പന്റെ അമ്മയോട് പറഞ്ഞതാ, ഇവനെ നിങ്ങൾ ഇറക്കി വിടാമെങ്കിൽ ഞങ്ങൾ ഇവിടെ പാർക്കാമെന്ന്. അങ്ങനെയുള്ള എന്നോട് കരുണ കാണിച്ച എന്റെ തമ്പുരാൻ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് എന്നെ സ്നേഹിച്ചത്. അബദ്ധരായിരിക്കുമ്പോ, ശത്രുക്കളായിരിക്കുമ്പോ, നീതിമാന്മാരല്ലാതിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ച അവന്റെ സ്നേഹത്തെ ഓർത്ത് ഇന്ന് രാത്രി ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറ, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതല്ല നിങ്ങൾക്ക് നമ്മൾ അറിയേണ്ടത്. ഹല്ലേലൂയ. അല്പം വേഗത്തിൽ നിന്ന് പറഞ്ഞുപോട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ഈ തിരുവചനം ഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആ ഒരു വലിയ ആത്മാർത്ഥതയോടെ ഞാൻ നിങ്ങളുടെ രണ്ടാമതൊരു കാര്യം പറയാം. യേശുവിന്റെ ക്രൂശിന്റെ രണ്ടാമത്തെ സാധ്യത മർക്കോസിന്റെ സുവിശേഷം 15ാമത്തെ അധ്യായം അതിന്റെ 6ാമത്തെ വാക്യം. അവൻ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്ക പതിവായിരുന്നു. മർക്കോസ് 15:6 വാക്യം. എന്നാൽ കലകത്തിൽ കുല ചെയ്തവനായ കലകക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബറാബാസ് എന്നുള്ള ഒരു പേരൊരുത്തൻ അവിടെ ഉണ്ടായിരുന്നു. ദൈവമക്കളെ, ക്രൂശിന്റെ രണ്ടാമത്തെ സാധ്യത ഒന്ന് പറയാം കേട്ടോ. എന്താണെന്നറിയോ? ഏത് ബന്ധിക്കപ്പെട്ടവന്റെയും ബന്ധനം അഴിപ്പാൻ യേശുവിന്റെ ക്രൂശിന് കഴിയും. ഇന്ന് രാത്രി ഞാൻ ആത്മാർത്ഥമായി നിങ്ങളെ നോക്കി പ്രവചിച്ചുകൊണ്ട് പറയാം, ഈ മുറി വിട്ട് നീ പോകുന്നതിന് മുൻപ് എത്ര കട്ടിക്കെട്ട് വീണ ബന്ധനവും ഇന്ന് രാത്രി തമ്മിലായിരിക്കും. വിശ്വസിക്കുന്നവരാകേണ്ടത് എത്ര വലിയ കട്ടിക്കെട്ട് വീണതും എത്ര വലിയ മാറാത്ത കെട്ടും മാറാത്ത ബന്ധനവും അത് അഭിചാരമാകട്ടെ, അത് മക്കളാകട്ടെ, അത് ശുദ്ധമാകട്ടെ, അത്
ദൈവത്തെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പറയുന്നു, നിനക്കടിയെ കെട്ടിയ നിനക്കടി എല്ലാം വർദ്ധിച്ച ഏത് കെട്ട് ഇന്ന് രാത്രിയാണ് എന്റെ ദൈവം അഴിക്കാൻ പാടില്ല. അവർ അഴിക്കാൻ കഴിയാത്ത ഒരു കെട്ടടവ് ഉലകത്തിലാവില്ല. ശരീരത്തിലെ ചില സ്ത്രീകളത്തുള്ള ചില രോഗങ്ങൾ ഇന്നത്തെ സൗഖ്യമാകാൻ പോകില്ല. സ്ത്രീകളത്തുള്ള ഡിസീസ് ഇന്നത്തെ സൗഖ്യമാകാൻ പോകില്ല. അവർ ആളുകൾക്കോ ശരീരത്തിനകത്ത് അതിശക്തമായ ഇന്നത്തെ സംഭവിക്കുക. ചില രോഗശക്തികൾ ഇന്നത്തെ അറിയട്ടെ അവരുടെ ക്രൂശില് അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധവുമില്ല. കടമതി ചാരാധിക്കാൻ കഴിയുമെങ്കിൽ കടമതി ചാരാധിക്ക് ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്ക്. അവൻ അഴിക്കാൻ കഴിയാത്ത, അവന് പൊട്ടിക്കാൻ കഴിയാത്ത ഒരു ബന്ധവുമില്ല. അവൻ അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധവുമില്ല. ഒരാമയം പറയാൻ പറ്റുമോ? ഒരാമയം പറയാൻ പറ്റുമോ? ദൈവമക്കളെ, യേശു കർത്താവ് ജനിക്കുന്നതിന് മുൻപ് എന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് 750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകനത്രേ യെശയ്യാ പ്രവാചകൻ. ആ പ്രവാചകൻ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അജണ്ട പുറത്തുവിട്ടു. യെശയ്യാ 61 അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എളിയവരോട് സത്വർത്തമാനം ഘോഷിക്കേണ്ടതിന് യഹോവയാം ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവൻ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കേണ്ടതിന്, തടവുകാരുടെ അവൻ ബന്ധനം അഴിക്കേണ്ടതിന്. യേശുവിന്റെ ശുശ്രൂഷയുടെ അജണ്ട എന്താണെന്നറിയാമോ? ഏത് ബന്ധിക്കപ്പെട്ടവന്റെയും ബന്ധനത്തെ ഇന്ന് രാത്രി എന്റെ ദൈവത്തിൽ അഴിക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞേ. ഞാന് ഒരു കാര്യം പറയുന്നു, അവൻ അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല. അവൻ പൊട്ടിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ മർക്കോസിന്റെ സുവിശേഷം വായിക്കണ്ട 5-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മറക്കല്ലേ? മർക്കോസ് 5-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കേൾക്കണോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പൈശാചിക ശക്തിയോട്, അവൻ ദുർഭൂതം ബാധിച്ച മനുഷ്യനോട്, അശുദ്ധാത്മാവേ നിന്റെ പേരെന്ത്? അശുദ്ധാത്മാവേ നിന്റെ പേരെന്ത്? മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 1-ാമത്തെ കാര്യം 9 വാക്യത്തിൽ, അശുദ്ധാത്മാവേ നിന്റെ പേരെന്ത്? ദൈവം അഴിക്കുന്ന 1-ാമത്തെ ബന്ധനം പൈശാചിക ബന്ധനമാണ്. ആളുകൾക്ക് ദൈവം പറയുന്നു, ഇന്നലെ വരെ നിനക്കെതിരെ പോരാടിയ പൈശാചിക ബന്ധനങ്ങളെ ഇന്ന് രാത്രിയാണ് എന്താ ദൈവം പഠിപ്പിച്ചു മാറ്റും. വിശ്വസിക്കുന്നെങ്കിൽ ആനന്ദ, വിശ്വസിക്കുന്നെങ്കിൽ ആനന്ദ. ഇന്ന് രാത്രി ആത്മാവിനെ പറയുന്നത്, ഇന്നലെ വരെ നിന്റെ കൂടാരത്തിനെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും പൈശാചിക ശക്തികൾ പോരാടിയെങ്കിൽ ഈ രാത്രിവേളയിൽ യേശുവിന്റെ നാമത്തിൽ അത് പറയിക്കാൻ പോവുക. അത് പറയിക്കാൻ പോവുക.